അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 86 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാ. 87ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. قال أما قال ഖാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടാനൊക്കെ നീട്ടിക്കൊടുക്കുക കേട്ടോ. അമ്മ മീമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, കൂടെ തന്നെ അലിഫ് മദ്ദും ഉണ്ട്. മീമിനെ നന്നായിട്ട് മണിച്ചെടുക്കുക, രണ്ടാനൊക്കെ നീട്ടിക്കൊടുക്കുകയും ചെയ്യാം. قال أما من ظلم ഇവിടെ നൂനിനെ ഇഖ്ഫാ ചെയ്യുക കേട്ടോ, മറച്ചു മണിക്കുക. മൻ എന്ന് ഓതാൻ കഴിയില്ല. മൻ ظلم. ഓക്കെ. ظلم فسوف نعذبه فسوف نعذി ദാലിന് ശബ്ദമുണ്ട്, ദാലിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. നുഅذിബുഹു ഇവിടെ രണ്ടനൊക്കെ നീട്ടിക്കൊടുക്കുക കേട്ടോ. മദ്സുല സുഗ്റ രണ്ടനൊക്കെ നീട്ടിക്കൊടുക്കുക. ഓക്കെ. സുമ്മ മീമിൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിച്ചെടുക്കണം കേട്ടോ. നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശബ്ദ വന്നാൽ നന്നായിട്ട് മണിച്ചോദനേ. സുമ്മ യുറദ്ദു യുറദ്ദു ദാലിൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിക്കണ്ട, സാധാരണ മദ്. നന്നായിട്ട് മണിക്കൽ എങ്ങനെയാണ്? ഏതൊക്കെ ലെറ്റേഴ്സാണ്? മീമിൻ്റെ മുകളിലും നൂനിൻ്റെ മുകളിലും ശബ്ദ വന്നാൽ നന്നായിട്ട് മണിച്ചെടുക്കുക. ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ മുകളിൽ ശബ്ദ വന്നാൽ സാധാരണ പോലെ ഒന്ന് കനപ്പിച്ചെടുക്കുക കേട്ടോ. യുറദ്ദു യുറദ്ദു ഇലാ റബ്ബിഹി ഇലാ റബ്ബിഹി അല്ല കേട്ടോ, റബ്ബിഹി. റബ്ബി ബഇന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചെടുക്കുക. ഓക്കെ. റബ്ബിഹി ഇവിടെ ഒരു ചിഹ്നം, ഹഇന് ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. മദ്സില സുഗ്റ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഓക്കെ. ഫയുഅദ്ദിബുഹു ഫയുഅദ്ദിബുഹു ഇവിടെയും രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഓക്കെ. ഇവിടെയും ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഇവിടെ പേര് പറയുന്നത് മദ്സില സുഗ്റ എന്ന് തന്നെയാണ് ആ ഒരു നിയമത്തിൻ്റെ പേര് കേട്ടോ. അദാബൻ നുക്റാ അദാബൻ തൻവീന് ശേഷം നൂന് വന്നാൽ മണിച്ച് കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ. അദാബൻ നുക്റാ നുക് കാഫിന് ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. നുക്റ എന്ന് ഓതരുത്, നുക്റാ. ഓക്കെ. നുക്റാ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് 88ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. തജ്വീദ് നിയമം നോക്കാം കേട്ടോ. വഅമ്മാ മീമിനെ നന്നായിട്ട് മണിക്കുക, രണ്ടനക്കം നീട്ടുക കേട്ടോ. വഅമ്മാ മൻ ഇവിടെ നൂൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് ഇത് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഇൽഹാർ ചെയ്യണം, വ്യക്തമായിട്ട് മൻ എന്ന് ഓതി കൊടുക്കണം കേട്ടോ. ആമന വഅമില സാലിഹൻ ഫലഹു ഇവിടെ നോക്കൂ, സാലിഹൻ ഇവിടെ സാലിഹൻ എന്ന് ഓതില്ല, ഇവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചോദനം. സാലിഹൻ ഫലഹു ഇഖ്ഫാ ചെയ്യുക കേട്ടോ. ഫലഹു രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. മദ്സില സുഗ്റ. ഓക്കെ. ജസാ ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? ജസാ മദ് മുത്തസിലാണ്, ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 4 5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. ജസാ അനിൽ ഇവിടെ നോക്കൂ, അൻ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഹംസത്തുൽ വസലിൻ്റെ മുന്നായിക്കൊണ്ട് ഇതുപോലെ മദ് ഇതുപോലെ ഒരേപോലെ ഫത്ഹ
വരികയാണെങ്കിൽ പോലെ തെൻവീൻ ഒരേപോലെ വരികയാണെങ്കിൽ നമ്മളവിടെ അൻ എന്ന് പറയുമ്പോൾ ഒരു നൂനുണ്ടല്ലോ ഇവിടെ നമുക്ക് അല്ലേ, ആ നൂനിനെ പുറത്തെടുത്തിട്ട് അതിനെന്ത് കൊടുക്കുക, സുക്കൂന് കൊടുക്കുക. ഓക്കെ, നൂനിനെ പുറത്തെടുത്തതിന് ശേഷം അതിനെന്ത് കൊടുത്തു, സുക്കൂന് കൊടുത്തു. ഓക്കെ, ജസ. അപ്പോൾ ഇനി ഓതുമ്പോൾ എങ്ങനെ ഓതാം, ജസഅനിൽ ഹുസ്ന. ഓക്കെ, ഈ രൂപത്തിൽ ഓതി കൊടുക്കുക കേട്ടോ. ഈ ഒരു നൂനിന് പറയുന്ന പേര്, ഇവിടെ നമ്മൾ പുറത്തെടുക്കുന്ന ഒരു നൂനുണ്ടല്ലോ, നൂനിന് പറയുന്ന പേര് നൂനുൽ ഖുത്നി എന്നാണ് കേട്ടോ. കൂട്ടി നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, കൂട്ടി ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, വസനഖൂലു ലഹു മിൻ അംരിന. മിൻ നൂനിൻ്റെ മുകളിൽ എന്തുണ്ട്, സുക്കൂനുണ്ട്. നമ്മളവിടെ വ്യക്തമായിട്ട് ഇൽഹാർ ചെയ്യുക കേട്ടോ. മിൻ എന്ന് വ്യക്തമായി ഓതി കൊടുക്കുക. മിൻ അംരിന യുസ്റോ. യുസ് ഹാഫ് സുക്കൂന് കൊടുക്കുക. യുസ്റോ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യുക. ഓക്കെ, അടുത്ത ആയത്ത് 89ാമത്തെ ആയത്ത്. സുമ്മ അത്ബഅ സബബ. സുമ്മ നമ്മൾ പഠിച്ചതാണല്ലേ, നൂനിൻ്റെ മുകളിൽ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചു കൊടുക്കണം. ഇവിടെ നന്നായിട്ട് മണിക്കണം കേട്ടോ. സുമ്മ അത്ബഅ. തഇന് സുക്കൂന് വരുമ്പോൾ നമ്മൾ പഠിച്ചു, നാവിൻ്റെയും പല്ലിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് കാറ്റ് പോകുന്ന രൂപത്തിലാവണം ഉച്ചരിക്കേണ്ടത്. അത് അത് അത്ബഅ അത്ബഅ സബബ. ഓക്കെ, 90ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ഹത്താ ഇദാ ബലഅ മത്ലഅ അശ്ശംസി وجدها تطلع على قوم لم نجعل لهم من دونها سترا. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. ഹത്താ ഇദാ, ഇവിടെ തഇൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, തഇനെ കനപ്പിച്ചു കൊടുക്കണേ. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്, മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. 4 അനക്കം വരെ നീട്ടി ഓതാം. ഇദാ ബലഗ, ബലഗ ഗൈനാണ്, സൂക്ഷിച്ച് ഉച്ചരിക്കുക. ബല ഐനായി പോവരുത്, ഗൈനാണ്. ഗ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരം. ഇനി സുക്കൂന് വരുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ആണ്, ഫുൾ സുക്കൂന് കൊടുക്കണം. ഓക്കെ, മത്ലഅ അശ്ശംസി വജദഹ തത്ലു. ഇവിടെയും എന്താണ്, ത്വ ആണ്. ത്വന് സുക്കൂന് വരുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ആണ് ത്വ എന്ന് നമ്മൾ പഠിച്ചൂല, ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. തത്ലു തത്ലു അലാ ഖൗമിൻ ലം. അലാ ഖൗമിൻ ലം, തൻവീന് ശേഷം സാക്കിനായ നൂനോ തൻവീനോ ശേഷം ലാമോ റോ ഈ 2 ലെറ്റേഴ്സ് വന്നാൽ കൂട്ടി ചേർത്ത് ഓതണം, മണിക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെ ഓതും, ഖൗമിൻ ലം എന്നിങ്ങനെ ഓതണം. ഓക്കെ, ലം നജ്, നജ് ജീമിന് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ജീമ് കൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ, നജഅൽ ലഹും. ഇവിടെ നോക്കൂ, ലാമ് 2 ലാമുകൾ അല്ലേ, ഒരു സുക്കൂനുള്ള ലാമും ഒരു ഹറക്കത്തുള്ള ലാമും, ഒരേ അക്ഷരങ്ങൾ തമ്മിൽ നമ്മളിവിടെ ഇദ്ഗാം ചെയ്ത് കൂട്ടി ചേർത്ത് ഓതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നജഅൽ ലഹും, സുക്കൂനുള്ള ലാമിനെ ഹറക്കത്തുള്ള ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക. ഇതിന് ഒരു പേര് നമ്മൾ പഠിച്ചു അല്ലേ, ഒരേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ ഇത് മുതമാസിലൈൻ എന്നാണ് അവിടുത്തെ നിയമത്തിൻ്റെ പേര് കേട്ടോ. നജഅൽ ലഹും, മീമിന് ശേഷം മീമ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ, മീമിൻ്റെ നിയമമാണ് അതെ. ഇവിടെ ഇഖ്ഫാവ് ചെയ്യണം, മിൻ എന്ന് ഓതാൻ കഴിയില്ല. ഇഖ്ഫാവ് ചെയ്ത് ഓതുക, മറച്ച് മണിച്ച് ഓതുക. ദൂനിഹ സിത്രോ, ദൂനിഹ സിത്. ഇനി സുക്കൂന് വരുമ്പോൾ സ് എന്നുള്ള ശബ്ദമാവണേ. സിത്രോ 2 അനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് 91ാമത്തെ ആയത്ത്. كذلك وقد أحطنا بما لديه خبرا. ഓക്കെ, കദാലിക. ഇവിടെ നിർത്താനുള്ള ഒരു സുല വന്നിട്ടുണ്ട്, നമുക്കവിടെ കദാലിക് എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യാം കേട്ടോ. കാഫിന് സുക്കൂന് കൊടുത്തിട്ട് ഓക്കെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ,
കദാലിക വഖദ്. വഖദ് ദാലിന് സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്ററാണ് ദാല്. ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം കേട്ടോ. വഖദ്. അഹതുന ഇവിടെ ത്വവും കൽക്കലയുടെ ലെറ്ററാണ് അല്ലേ. ഫുൾ സുക്കൂന് കൊടുക്കണേ. അഹതുന ബിമാ ലദൈഹി ഖുബ്റ. ബിമാ ലദൈഹി ഖുബ്റ. ബഇന് സുക്കൂന് വന്നിട്ടുണ്ട്. കൽക്കലയുടെ ലെറ്ററാണ്. ബഇന് ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ഖുബ്റ. രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് 92-ാമത്തെ ആയത്ത്. സുമ്മ അത്ബഅ സബബ. സുമ്മ മീമിൻ്റെ നൂനിൻ്റെ മുകളിൽ ശബ്ദ വന്നാൽ നന്നായിട്ട് മണിക്കണം നമ്മൾ പഠിച്ചു അല്ലേ. നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. സുമ്മ അത്ത്. അത്ത് തഇന് ഹഫ് സുക്കൂന് കൊടുക്കുക. ഓക്കെ. അത്ത് അത്ത് ആ രൂപത്തിൽ ഉച്ചരിക്കുക കേട്ടോ. അത്ബഅ സബബ. അത്ബഅ ഐൻ. ഓക്കെ. അത്ബഅ സബബ. രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യുക. ഓക്കെ. ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.